നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. വയനാടിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കുറിച്ചിടപ്പെട്ട നാമം വൈത്തിരി സെയിൻറ് ജോസഫ് ചർച്ച്. ആയിരത്തി 1845 ഇത് സ്ഥാപിക്കപ്പെടുമ്പോൾ വയനാടിൻ്റെ തന്നെ ആദ്യത്തെ കത്തോലിക്ക ദേവാലയമായി ഇത് മാറുകയായിരുന്നു. ചരിത്രം നടന്ന നാൾ വഴികളിൽ ഈ ദേവാലയത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിയത് വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വിവിധ സംസ്കാരത്തിലെ ജനവിഭാഗങ്ങളായിരുന്നു. ചരിത്രാതീത കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ സൂക്ഷിക്കുന്ന വൈത്തിരിയുടെ തിരുനെറ്റിയിൽ ഒരു തിലകക്കുറിയായി ഈ ദേവാലയം ഇന്നും ഉയർന്നു നിൽക്കുന്നു. ഞാൻ ഇവിടെ ഈ പള്ളിയിൽ കൊയർ മാസ്റ്ററായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ഞാൻ ഏകദേശം 38 വർഷം 40 വർഷത്തിൻ്റെ അടുത്ത് ഞാനിവിടെ പള്ളിയിൽ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നു. ഞാനിവിടെ വരുമ്പോൾ ഇവിടുത്തെ കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററും 4-5 പെൺകുട്ടികളും മാത്രമാണ് ഇവിടെ കൊയറിലുണ്ടായിരുന്നത്. ആണുങ്ങളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ എത്തിയതിന് ശേഷം ഇവിടെയുള്ള നമ്മുടെ കൂടെ നമുക്ക് പാടാൻ കഴിവുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അതിൽ കഴിവുള്ള ആൾക്കാരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരികയും എല്ലാ ആൾക്കാർക്കും തന്നെ നമ്മൾ ഒരുപാട് സമയങ്ങൾ പള്ളിയിൽ ചിലവഴിച്ചുകൊണ്ട് നമ്മൾ കൊയറിനെ വളർത്തിക്കൊണ്ട് വരാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു കൊയർ ടീം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് പാടുന്ന നല്ല രീതിയിൽ പാടുന്നതായിട്ടുള്ള ആൺകുട്ടികളെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഈ കൊയറിനെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ സിസ്റ്റർമാരും അച്ഛനൊക്കെ ഒരുപാട് ഞങ്ങളുമായിട്ട് സഹകരിക്കാറുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ആണെങ്കിൽ ഞങ്ങൾ 2 മണി തൊട്ട് 5 മണി വരെയും ആൺകുട്ടികൾക്കാണെങ്കിൽ 6 മണി തൊട്ട് 9 മണി വരെയൊക്കെ ഞങ്ങളിവിടെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടാണ് നല്ലൊരു കൊയർ ടീമിനെ ഇവിടെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത്. ഞാൻ കുഞ്ഞുനാൾ തുടങ്ങി കോൺവെൻറ്റിൽ വളർന്നതാണ്. ഇന്നും അവിടെ തന്നെ ജീവിക്കുന്നു. 8 വയസ്സ് മുതൽ പാടാൻ തുടങ്ങിയതാണ് ഈ ദേവാലയത്തിൽ. അത് എനിക്ക് ദൈവം തന്ന ഒരു വലിയ കഴിവാണ്, ഒരനുഗ്രഹമാണ്. അത് ഇന്നും ഞാൻ തുടർന്നു കൊണ്ട് പോകുന്നു. പിന്നെ എന്തൊരാവശ്യമുണ്ടെങ്കിലും ഏതൊരാവശ്യത്തിനും പാടാനായിട്ട് ഞാൻ ഈ ദേവാലയത്തിൽ വരാറുണ്ട്. അങ്ങനെ 50 വർഷം തികഞ്ഞപ്പോൾ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പായിൽ നിന്നും എനിക്ക് ഗാനശുശ്രൂഷയുടെ ഫലമായി അവാർഡ് ലഭിച്ചതാണ്. എനിക്ക് ദൈവം തന്ന കഴിവ് ഞാൻ ഇന്നും തമ്പുരാന് വേണ്ടി തന്നെ നൽകുന്നു. എനിക്ക് മറ്റ് ഗാനങ്ങളൊന്നും പഠിക്കുന്നതോ പാടുന്നതോ ഇഷ്ടമല്ല. ഈശോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഗാനശുശ്രൂഷ നടത്തുന്നു. വയനാട്ടിലെ അതിപുരാതനമായ വൈത്തിരി സെൻറ് ജോസഫ് ഇടവകയിൽ ആകെ 232 കുടുംബങ്ങളാണുള്ളത്. ഇടവകയുടെ സുഗമമായ നടത്തിപ്പിനായി കുടുംബങ്ങളെ 17 യൂണിറ്റുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ യൂണിറ്റിനും ബൈബിളിലെ വിശുദ്ധ നഗരങ്ങളുടെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ഓരോ യൂണിറ്റ് പ്രസിഡൻറ്റുമാരും പാരിഷ് കൗൺസിൽ മെമ്പർമാരാണ്. 3 മാസത്തിലൊരിക്കൽ വൈത്തിരി പള്ളിയിൽ വെച്ച് പാരിഷ് കൗൺസിൽ യോഗം ചേരാറുണ്ട്. ഇടവകയുടെ ആധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാറുണ്ട്. ഇടവകയോട് ചേർന്ന് 2 കോൺവെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹോളി ഇൻഫൻസ് മേരീസ് കോൺവെൻറ്റ്, ഉർസലേം സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റും അതിൽ ഹോളി ഇൻഫൻറ്റ് കോൺവെൻറ്റിൽ UP സ്കൂളും പ്രവർത്തിക്കുന്നു.
പുഷപ്പേഡ് സിസ്റ്റേഴ്സിൻ്റെ കീഴിൽ ഒരു ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട്. ആധ്യാത്മിക കാര്യങ്ങളിൽ വികാരിയച്ഛനെ സഹായിക്കുന്നതിനും മറ്റുമായി 6 സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതികൾ ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. വൈത്തിരി ഇടവകയുടെ സബ്സ്റ്റേഷനായി സുഗതഗിരിയിൽ ഒരു ദേവാലയം കൂടിയുണ്ട്. ഈ ദേവാലയത്തിൽ ഫാത്തിമ മാതാ ദേവാലയം എന്നു പേരുള്ള ഈ ദേവാലയത്തിൽ 48 കുടുംബങ്ങളാണുള്ളത്. എല്ലാം വളരെ ഭംഗിയായി പ്രവർത്തനം നടത്തി വരുന്നു. എല്ലാ ഞായറാഴ്ചകളിലും സുഗന്ധഗിരിയിലും കുർബാന വൈത്തിരി പള്ളിയിൽ നിന്നും അച്ഛൻ പോയി നിർവഹിക്കാറുണ്ട്. ആഴമായ ദൈവവിശ്വാസം കൊണ്ടും ദൈവഭയം കൊണ്ടും പഴയ നിയമത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു ജോബ്. ജോബിന്റെ ജീവിത സാരാംശവുമായി വേദിയിൽ അലീന. മാന്യസദസ്സിന് വന്ദനം. സുവിശേഷം കലാരൂപങ്ങളിൽ കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും അവതരിപ്പിക്കുവാനും ഇവിടെ എത്തിയിരിക്കുന്ന സഹൃദയരെ, കലാസ്നേഹികളെ, നിങ്ങൾക്കെന്റെ വിനീത വന്ദനം. ബൈബിൾ ദൈവസ്നേഹത്തിന്റെ കഥയാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതെ, ആഴമായ വിശ്വാസവും ജീവിത സഹനങ്ങളും നമ്മെ സ്വർഗരാജ്യത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ സഹായിക്കുന്നു. ദൈവ പരിപാലനയിൽ ആശ്രയിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നന്മയേ വരും എന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്ന കഥ പരീക്ഷ. കഥയുടെ ചുരുളൂ നിവർത്തുവാൻ ശ്രോതാക്കളെ അനുവദിക്കൂ. പോയിടാം സോദരി നമ്മളിന്നൊന്നായി ജോബിന്റെ നാട്ടിലേക്ക് അല്പനേരം. ഇക്കൊച്ചു കഥയുടെ ചുരുളൂ നിവർത്തുവാൻ ശ്രോതാക്കളെ അനുവദിക്കൂ. ജോബിനെ പറ്റി അറിയണ്ടേ? ഉസ് എന്ന ദേശത്ത് വളരെ സമ്പന്നനും ദാനശീലനുമായിരുന്നു ജോബ്. ദൈവഭക്തി അവന്റെ സൗന്ദര്യമായിരുന്നു. നിഷ്കളങ്കനായ ജോബിനെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചിരുന്നു. ഭക്തൻ ദീനദയാലുവും ധർമ്മിഷ്ഠനും സന്താന സൗഭാഗ്യമോടെ വാണു. സമ്പത്തുമേറെയുണ്ടായി വന്നു. ജോബിന്റെ ദൈവഭക്തിയും വിശ്വാസവും ഒക്കെ കണ്ടിട്ട് സാത്താൻ അസൂയ സഹിച്ചില്ല. അസൂയ നിറഞ്ഞ സാത്താൻ ദൈവത്തെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു: ദുഷ്ടരെ കൊണ്ടു നിറഞ്ഞു ഭൂമി, തിന്നും കുട്ടിച്ചും മതിക്കുന്നു മർത്യർ. എന്നുടെ പക്ഷത്തു മർത്യരെ ചേർക്കാൻ ഏറ്റവും എളുപ്പമാം കാലം തന്നെ. എന്നുടെ പക്ഷത്തു മർത്യരെ ചേർക്കാൻ ഏറ്റവും എളുപ്പമാം കാലം തന്നെ. ഇത് കേട്ട് ദൈവം പറഞ്ഞു: എന്റെ ദാസനായ ജോബിനെ പറ്റി നീ കേട്ടിട്ടില്ലേ? ജോബ് നീതിമാനാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനും സത്യസന്ധനുമാണ്.
ഇത് കേട്ട് സാത്താൻ പറഞ്ഞു, ഇഷ്ടം പോലെ സമ്പത്ത്, ഭാഗ്യവാന്മാരായ മക്കൾ, സന്തോഷമായി വാഴുന്ന ജോബിന് ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. കഷ്ടപ്പാടുകൾ ഉണ്ടാകട്ടെ, അപ്പോൾ കാണാം അയാൾ ദൈവത്തെ കുറ്റപ്പെടുത്തും. ഇത് തീർച്ചയാണ്. എന്തൊക്കെയായാലും ജോബിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അദ്ദേഹത്തിന്റെ സമ്പത്തിന് നാശനഷ്ടങ്ങൾ വരുത്തി പരീക്ഷിക്കുവാൻ അനുവാദം വാങ്ങിയിട്ടേ സാത്താൻ അവിടെ നിന്നും പോയുള്ളൂ. പതിവ് പോലെ ജോബ് തന്റെ മക്കൾക്കൊപ്പം മൂത്ത മകന്റെ ഭവനത്തിൽ വിരുന്നിനിരിക്കുകയാണ്. അപ്പോഴതാ ഒരു ഭൃത്യൻ ഓടി വരുന്നു. കാളകളെയും കഴുതകളെയും ഷേബായാക്കാർ തട്ടിയെടുത്തു. പറഞ്ഞു തീർന്നില്ല, അതാ വേറൊരാൾ കൂടി വരുന്നുണ്ടല്ലോ. ആടുകളേഴായിരം ഇടയന്മാരൊപ്പം മിന്നലിൽ കത്തി നശിച്ചു. നോക്കണേ, അതാ വേറൊരാൾ കൂടി വരുന്നുണ്ടല്ലോ. ഒട്ടകക്കൂട്ടത്തെ ഒന്നാകെ കൽദായർ ഭൃത്യരെ കൊന്നിട്ടു കട്ടോണ്ടുപോയി. ഒട്ടകക്കൂട്ടത്തെ ഒന്നാകെ കൽദായർ ഭൃത്യരെ കൊന്നിട്ടു കട്ടോണ്ടുപോയി. ജോബിന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. എന്റെ ദൈവമേ, എന്റെ സമ്പത്തൊക്കെ നശിക്കുകയാണല്ലോ. എങ്കിലും ജോബ് ദൈവത്തെ സ്തുതിക്കാനായി ഒരുങ്ങുകയാണ്. അപ്പോഴതാ ഒരു ഭൃത്യൻ കരഞ്ഞുകൊണ്ട് പാഞ്ഞു വരുന്നു. ദൈവമേ, ഇനി എന്താണാവോ? മക്കളും പത്തും തിന്നുകൂടി ചുരസിക്കവേതൻ വീടു തകർത്തോരുഗ്രൻ കാറ്റിൽ മൃതരായങ്ങേ സുതരെല്ലാം. ജോബിന്റെ ഹൃദയം പിടഞ്ഞു, കണ്ണുകളിൽ ഇരുട്ട് വരുന്നു. എന്റെ ദൈവമേ, മനസ്സ് നൊന്ത് ജോബ് നിലവിളിച്ചു. എങ്കിലും ജോബ് മുട്ടിന്മേൽ വീണ് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെ പാടി. ദൈവം തന്നതാണില്ല, ദൈവം ഇപ്പോഴെടുത്തു. ദൈവത്തിൻ നാമത്തിനെന്നും സ്തോത്രമുണ്ടായിടട്ടെ. ഇത്രയൊക്കെ കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ജോബ് ആരെയും കുറ്റപ്പെടുത്തിയില്ല, ആരെയും നിന്ദിച്ചതുമില്ല. പ്രതിസന്ധികളിൽ ക്ഷതമേൽക്കാത്ത ജോബിന്റെ അടിയുറച്ച ദൈവവിശ്വാസം കണ്ടിട്ട് സാത്താൻ ദൈവത്തെ സമീപിച്ച് ഇപ്രകാരം ഉണർത്തിച്ചു. സ്വന്തം ജീവനും ആരോഗ്യവും ഭദ്രമായാൽ മനുഷ്യൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചെന്നും വരും. അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാകട്ടെ, അപ്പോൾ കാണാം അയാൾ ദൈവത്തെ ശപിക്കും. ഇത് തീർച്ച. ജോബിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ അനുവാദം കിട്ടിയിട്ടേ സാത്താൻ അവിടെ നിന്നും പോയുള്ളൂ. ജോബിന്റെ ദേഹത്ത് വേദന തിങ്ങുന്ന രോഗങ്ങളേറ്റി പരീക്ഷിക്കുവാൻ പാത്തും പതുങ്ങിയും നിന്നതാ സാത്താനും ദൈവമനുവാദം നൽകും വരെ. പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണർന്ന ജോബ് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുകയാണ്. ദേഹം മുഴുവൻ വിങ്ങുന്ന വേദന, എഴുന്നേൽക്കാൻ പ്രയാസം. നോക്കണേ, നീരുവച്ചു വീർത്തു വന്നു ജോബ് തന്റെ മേനിയെല്ലാം വേദനിച്ചു പുളയുന്ന വ്രണങ്ങൾ തന്നെ. പഴുത്ത വ്രണങ്ങളിലോ കടിക്കുന്നു പുഴുക്കളും ചൊറിയുവാൻ കൂടി വയ്യ ഇരിപ്പുകച്ച്. ചൊറിയുവാൻ കൂടി വയ്യ ഇരിപ്പുകച്ച്. ജോബ് ചാരത്തിലിരുന്ന് ഒരു ചിരട്ട കഷ്ണം കൊണ്ട് പൊട്ടി ഒഴുകുന്ന വ്രണങ്ങളിൽ നിന്നും
പുഴുക്കളെ തോണ്ടിയെടുത്ത് കളയുകയാണ്. അതുണ്ടോ പെറുക്കിയാൽ കുറയുന്നു. ഒരൽപ്പം കാറ്റും തണുപ്പും കിട്ടാനായി ജോബ് പുറത്തെ ഇളം പുല്ലിൽ കമിഴ്ന്നു കിടന്ന് കണ്ണടച്ച് നീട്ടിപ്പാടി. ദൈവം തന്നതാണെല്ലാം ദൈവം ഇപ്പോഴെടുത്തു. ദൈവത്തിൻ നാമത്തിനെന്നും സ്തോത്രമുണ്ടായിടട്ടെ. ഇതെല്ലാം കണ്ടും കേട്ടും ജോബിന്റെ ഭാര്യയ്ക്ക് അരിശം സഹിച്ചില്ല. അവൾ ജോബിനോട് ഇങ്ങനെ പറഞ്ഞു: സമ്പത്തൊക്കെ മുടിഞ്ഞു തുലഞ്ഞു, കഞ്ഞിക്കും വകയില്ലാതായി, മക്കള് 10 ചത്തും പോയി, ചത്തതിനേക്കാൾ കഷ്ടം ജീവിതം. എന്നിട്ടിങ്ങനെ കുത്തിയിരുന്നോണ്ടെങ്ങനെ ദൈവസ്തുതി പാടും? ദൈവത്തെ സ്തുതിച്ച് കൊതി തീരുന്നുമില്ല, കിട്ടുന്നത് ദുഃഖവും കണ്ണീരും മാത്രം. ഇത് കേട്ട് നമ്മുടെ ജോബ് വളരെ ശാന്തനായി സന്തോഷവാനായി ഭാര്യയെ ആശ്വസിപ്പിക്കുകയാണ്. കൂട്ടുകാരും കുടുംബക്കാരുമൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. പക്ഷേ അടുത്തേക്ക് പോകുവാൻ തോന്നിയില്ല. വല്ലാത്ത അറപ്പും ദുർഗന്ധവും. അവരും ഇങ്ങനെ സമാധാനിച്ചു: ഇയാളെന്തോ ഭയങ്കര പാപം ചെയ്തിട്ടുണ്ട്, അതിന്റെ ഫലമാ, അനുഭവിക്കട്ടെ. അപ്പോഴില്ലേ നമ്മുടെ ജോബ് ഉള്ള ശക്തി മുഴുവനും എടുത്ത് ദൈവത്തെ സ്തുതിച്ച് നീട്ടിപ്പാടി. ദൈവം തന്നതാണെല്ലാം ദൈവം ഇപ്പോഴെടുത്തു. ദൈവത്തിൻ നാമത്തിനെന്നും സ്തോത്രമുണ്ടായിടട്ടെ. പെട്ടെന്ന് ഒരു പ്രകാശം, ഒരു ദിവ്യ ശബ്ദം സാന്ത്വനമായി ജോബിന്റെ കാതുകളിൽ മുഴങ്ങി. ആകാശഗോളങ്ങളെല്ലാം പോലെ ആരെ അനുസരിക്കുന്നു ഭക്ത. ആഴിയും ഊഴിയും തിങ്ങി നിറയുന്ന ജീവികൾ കാലംബമാരു ഭക്ത. സർവം പ്രപഞ്ചാധിനായകൻ കാണുന്നു പുൽക്കൊടി തുമ്പും ചലിക്കില്ലറിയാതെ. പൂർണ്ണ വിശ്വാസം നീശനിലർപ്പിച്ചു. സർവം ഭവിക്കട്ടെ മംഗളം ഏൽക്കുമേ. പൂർണ്ണ വിശ്വാസം നീശനിലർപ്പിച്ചു. സർവം ഭവിക്കട്ടെ മംഗളം ഏൽക്കുമേ. ദൈവത്തിന്റെ ഉള്ളം കയ്യിലിരിക്കുന്നത് പോലെ തോന്നി ജോബിന്. എന്തെന്നില്ലാത്ത ആശ്വാസം, മനസ്സു നിറയെ സന്തോഷം. ജോബ് ചാടി എഴുന്നേറ്റു. താൻ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു. കാലം കടന്നുപോയി. ജോബിന്റെ ജീവിതം തളിരിട്ടു. നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ടു. സൗഖ്യവാനായി ഭാഗ്യവാനായി സമ്പത്തു ധാരാളമുണ്ടായി. മിടുക്കുറ്റ തനയരുണ്ടായി ആയുസുമതീരയുണ്ടായി. സൗഖ്യവാനായി ഭാഗ്യവാനായി സമ്പത്തു ധാരാളമുണ്ടായി. മിടുക്കുറ്റ തനയരുണ്ടായി ആയുസുമതീരയുണ്ടായി. വിശ്വാസത്തിന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആധുനിക മനുഷ്യർക്ക് ജോബിന്റെ ജീവിതം ഒരു പാഠമല്ലേ?
പ്രതിസന്ധികളിലും തളരാത്ത വിശ്വാസം ജോബ് ദൈവത്തിൽ അർപ്പിച്ചു. അതിനാൽ ദൈവം അവനെ മാനിച്ചു, അവനെ ഉയർത്തി. ജീവിത ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുകയല്ല, മറിച്ച് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആഭാപിതാവേ സുരലോകനാഥ നിത്യന പാരകൃപാകരനേ നമോസ്തുതേ. അറിവിന്നുരവേ കലയുടെ നിറവേ കരുണാമയനേ കൈതൊഴുന്നേ. ആഭാപിതാവേ സുരലോകനാഥ നിത്യന പാരകൃപാകരനേ നമോസ്തുതേ. KCDCയുടെ കീഴിൽ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് KLM അഥവാ കേരള ലേബർ മൂവ്മെൻറ്റ്. വിശുദ്ധ ഔസേപ്പിതാവാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ മാധ്യസ്ഥൻ. ഈ ഇടവകയിൽ 1 വർഷത്തോളമായി ഈ സംഘടന പ്രവർത്തിക്കുന്നു. ഈ ഇടവകയിലെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ ഇതിലെ അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഈ ഇടവകയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ നൽകി ഈ പ്രസ്ഥാനം മാതൃക നൽകി. അതുപോലെ തന്നെ ഈ മാസം ഒക്ടോബർ 1 ലോക വയോജന ദിനമായ അന്ന് ഈ ഇടവകയിലെ ഏകദേശം 38ഓളം വയോജനങ്ങളെ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ആദരിക്കുകയുണ്ടായി. കേരള ലേബർ മൂവ്മെൻറ്റ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ അംഗങ്ങളുടെ ഇടയിൽ ഇതൊരു സ്വാശ്രയ പ്രസ്ഥാനമായി കൂടി പ്രവർത്തിക്കുന്നു. നവദീപം സ്വാശ്രയ സംഘം എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അംഗങ്ങളുടെ ഇടയിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇതിലെ അംഗങ്ങൾക്ക് സഹായമായിട്ട് ലോൺ അനുവദിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി ഞങ്ങൾ ഇടവക വികാരി ഫാദർ ഡെന്നി അച്ഛൻ ഞങ്ങളെ സഹായിക്കുന്നു. ഒപ്പം രൂപത ഡയറക്ടർ ഫാദർ ആൻ്റണി പാലിത്തറ ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. രൂപത മേഖല ഇടവക തലങ്ങളിൽ KLM വളരെ ശക്തിയായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ KLMൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നു. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് 5ഓളം തൊഴിലാളി സംഘടനകൾ KLMൻ്റെ കീഴിലുണ്ട്. ഇതിലൂടെ പെൻഷൻ കാര്യങ്ങൾ, ഗവൺമെൻറ് പെൻഷൻ കാര്യങ്ങൾ ഈ സംഘടന വളരെ കാര്യക്ഷമമായി തന്നെ നടത്തി വരുന്നു. ഒപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ രൂപതയുടെ കീഴിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വളരെ കാര്യക്ഷമമായി നടത്താൻ ഈ KLMന് സാധിക്കുന്നുണ്ട്. 16ഓളം അംഗങ്ങൾ ഈ KLMൽ ഇന്ന് സജീവ അംഗങ്ങളായി തന്നെ പ്രവർത്തിക്കുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വെച്ച ഒരു മഹത്തായ ദർശനമാണ് സഭ ദൈവജനം എന്നുള്ളത്. സഭ ദൈവജനമാണെങ്കിൽ എല്ലാവരും അതിൽ പങ്കാളികളാകണം. അതിനുവേണ്ടി സഭ മേലധികാരികളുടെ അധ്യക്ഷതയിൽ 6 ശുശ്രൂഷ സമിതികൾക്ക് രൂപം നൽകുകയും സമിതികളെയെല്ലാം നയിക്കുവാനും നിയന്ത്രിക്കാനുമായി കുടുംബ യൂണിറ്റുകൾ BCC സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. സഭ ഐക്യപ്പെടണമെങ്കിൽ കുടുംബ യൂണിറ്റുകൾ തലത്തിൽ മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ടെന്ന് 20/2/2016 രൂപതയുടെ ഒരു കീഴിൽ നടത്തപ്പെട്ട BCC കൺവെൻഷനിൽ BCC സമിതികളുടെയും മറ്റെല്ലാ സമിതികളുടെയും പ്രവർത്തനം ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനം എല്ലാ ഇടവക വികാരിമാരെയും ചുമതലപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ കിടപ്പ് രോഗികളെ പ്രത്യേകിച്ച് അവരെ പോയി കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ആസ്പത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനവും ചെയ്തു കൊടുക്കുന്നുണ്ട്. 2017-18 വർഷത്തിൽ BCC സമിതി നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഈ ഇടവകയിൽ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത മുഴുവൻ ആൾക്കാർക്കും
ആ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കത് കിട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം നടത്തുക. രണ്ടാമതായിട്ട് പെൻഷൻ ലഭിക്കാത്ത ഇടവകയിലെ മുഴുവൻ ആൾക്കാർക്കും അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും തീരുമാനിച്ചു.